കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് വളരെ വിവാദമായ പരാമർശങ്ങൾ കോൺഗ്രസ് നടത്തുന്നു, ഒരു ഭാഗത്ത് BJP അതിശക്തമായതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ട്, മുഗളന്മാർ വന്നാലും ബ്രിട്ടീഷുകാർ വന്നാലും ഇനി കോൺഗ്രസ് ഭരിച്ചാലും കുംഭമേളയെ തടയാനോ തകർക്കാനോ ആരും ശ്രമിക്കണ്ട. ഇതിനു മുമ്പ് ഗംഗയിലെ ജലം മലിനമാണ്, മൗറീഷ്യസ് പ്രസിഡന്റ് വരെ കുളിക്കാതെ പോയി, ഈ സർക്കാർ എന്താണ് ചെയ്യുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള എന്താ പറയുക വിമർശനങ്ങൾ വന്നു. അപ്പോൾ ട്രംപ് വരെ വേണമെങ്കിൽ വന്ന് കുളിക്കുന്ന തരത്തിലേക്ക് ശുദ്ധീകരിച്ചിരിക്കുകയാണ്. മോദി വരുന്നുണ്ട്, യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗംഗയിൽ കുളിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു, വെള്ളം കുടിക്കുന്ന വീഡിയോകൾ വൈറലാവുന്നു, മോദി വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ ചർച്ചകളാകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുംഭമേളയെ അങ്ങനെയൊന്നും ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല എന്നുള്ള കേന്ദ്രത്തിൻ്റെ നിലപാട് ശരിവെക്കുകയല്ലേ ഇത്രയും ആളുകളുടെ ഈ സംയോജനം? അതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന മൂന്നാമത്തെ വലിയ കൂട്ടായ്മ, അതാണ് ഈ കുംഭമേള. അപ്പം 40 മുതൽ 45 കോടി ആളുകളാണ് ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം വന്ന് ഈ കുംഭമേള എന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്ത് നടക്കുന്ന ആഘോഷമല്ല. അവർ വരുന്നു, അവരുടേതായ ചര്യകൾ, അവരുടേതായ നിഷ്ഠകൾ അതൊക്കെ പാലിക്കുന്നു, അവരത് ആഘോഷിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സന്യാസിമാർ, അതായത് ഹിന്ദു സന്യാസിമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, അല്ലാതെ മറ്റ് സർക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം പൂർണ്ണ സഹകരണമുണ്ട്. കാരണം ഇത്രയും വലിയ ആൾക്കൂട്ടം വരികയാണ്. അപ്പോൾ ആൾക്കൂട്ടം വരുമ്പോൾ അവിടെ ഒരു തിരക്കുണ്ടാകരുത്, പ്രശ്നങ്ങളുണ്ടാകരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാഗ്രാജിൽ ഈ മേളയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ നഗരത്തിലെ ഹോട്ടലുകളിലല്ല തങ്ങുന്നത്. ഈ പ്രയാഗ്രാജിന് സമീപത്തുള്ള ഗംഗാ നദിയുടെ തീരത്തുണ്ട്. അവിടെ പ്രത്യേകമായി ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട്. ഈ ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. അതികഠിനമായ ശൈത്യമാണ്, തണുപ്പുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് വന്നിട്ട് അവിടുത്തെ ടെൻറ്റുകളിൽ താമസിച്ച് അവിടെ ഗംഗാസ്നാനം നടത്തി അവർക്കിഷ്ടമുള്ളതുപോലെ പ്രാർത്ഥനകൾ മുഴുകി അവരുടേതായ സന്തോഷങ്ങൾ മുഴുകി അങ്ങനെ തിരിച്ചു പോകുന്നു. ഇത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നു. നമുക്കറിയാം, വലിയ മുസ്ലിം രാജ്യം എന്നറിയപ്പെടുന്ന UAE കർശനമായ തീവ്രമായ മുസ്ലിം നിയമങ്ങൾ പാലിക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ ആ രാജ്യം അയക്കുന്നു. അപ്പോൾ കുംഭമേളയുടെ പ്രാധാന്യം എവിടെ എത്തി? അപ്പോൾ രാജ്യങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ കുംഭമേള നടക്കുന്നതിന് മുമ്പ് ഈ ഗംഗാതീരത്തെ ഉൾപ്പെടെ മൗറീഷ്യസ് പ്രസിഡന്റ് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ മൗറീഷ്യസിൻ്റെ ഭരണാധികാരി വന്നപ്പോൾ അദ്ദേഹം രാജ്യം മൊത്തം ചുറ്റി സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ട് ഗംഗയിലെത്തി. അപ്പോൾ അവിടുത്തെ വെള്ളം കുറച്ച് മലിനമായിരുന്നു. ഇത് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അറിയുകയും പിന്നീട് ഗംഗ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെത്തി. അന്ന് അദ്ദേഹത്തോട് ഈ യോഗി ആദിത്യനാഥ് പറഞ്ഞു, താങ്കൾ ദയവായിട്ട് എൻ്റെ കൂടെ ഒന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുമോ, എനിക്ക് ഗംഗാതീരത്ത് വരെ പോകാൻ. അപ്പം നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ വളരെ ടൈറ്റ് ഷെഡ്യൂളായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ്, ഞാൻ മറ്റൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥും ഗംഗാ നദിയിൽ ഇറങ്ങി കുളിച്ചു. അവർ വായിൽ വെള്ളം കുടിച്ചു നോക്കി, ഒരു പ്രശ്നമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ കുംഭമേള നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഒന്ന് ആലോചിച്ച് നോക്കി. അവർ അത് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ ഗംഗാജലം ഓരോ ആഴ്ചയും പരിശോധിക്കാനുള്ള ഉത്തരവ് യോഗി ആദിത്യനാഥ് നൽകി. മാത്രമല്ല, അദ്ദേഹം നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു. കാരണം 40-45 കോടി ആളുകൾ വരുമ്പോൾ ഈ ജലത്തിൽ സ്വാഭാവികമായും മലിനമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൽ വീണ്ടും മുങ്ങിക്കുളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ കുംഭമേള ആരംഭിച്ച് ഇത്രയും ദിവസമായിട്ടും നെഗറ്റീവായിട്ടൊരു സംഭവം ഉണ്ടാകുന്നില്ല. എവിടെയോ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു തീപിടുത്തം ഉണ്ടായി, അതിന് മാധ്യമങ്ങൾ വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊന്ന് കേട്ടോ നമ്മൾ? ഇല്ല. അപ്പോൾ ഇത്രയും ആളുകളെ നിരീക്ഷിക്കാൻ CCTV ക്യാമറ ഉൾപ്പെടെയുണ്ട്, പ്രത്യേക റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ, ഓട്ടോകൾ, അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ. ഒരാൾക്കും ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഉത്തർപ്രദേശ് സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നതെന്നുള്ള കോൺഗ്രസ് ആരോപണത്തിൽ എന്ത് കഴമ്പാണുള്ളത്? ഇല്ല, ഒരു കഴമ്പുമില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ ഈ മഹാകുംഭമേളയെക്കുറിച്ച് ആരെന്ത് വാർത്ത ചെയ്താലും അവരെയൊക്കെ സംഘിപ്പട്ടം ചാർത്തുന്ന ഒരു രീതി ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. ഇപ്പോൾ BBC-യിലെ ഒരു റിപ്പോർട്ടർ അടക്കം ഇത് മഹാകുംഭമേളയല്ല, കുളി ഉത്സവമാണ് എന്നുവരെ പറഞ്ഞ് വിവാദ പരാമർശം നടത്തി രംഗത്തെത്തിയപ്പോൾ ഒരു യുവലേഖിക പത്രപ്രവർത്തക രംഗത്തെത്തി പറഞ്ഞു, ഇത്തരം ഒരു മഹാസംഗമം ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചു? അത് ഇന്ത്യയിലാണ്.
അതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം വിമർശിക്കാൻ എന്നുള്ള തിരിച്ച് നല്ല കിടുക്കാച്ച് മറുപടിയൊക്കെ കൊടുത്തു. എന്തായാലും ഇത്തരം ഒരു മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗാ നദിയിലെത്തുന്നു. നരേന്ദ്രമോദി വരുന്നുവെന്ന് പറയുന്നു. കുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുവെന്ന് പറയുന്നു. ഒരു സംഘടനാ സംവിധാനം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിനിജി പറഞ്ഞതുപോലെ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുറച്ച് അപകടമുണ്ടായി എന്നതൊഴിച്ചാൽ ഇത്രയും 45 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ദിവസം 3-3.5 കോടിയിലധികം ജനങ്ങൾ വന്നു ചേരുന്ന ഒരു മഹാസംഗമം എത്ര കാര്യക്ഷമമായി കൊണ്ടുപോകാൻ UP സർക്കാരിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. ആ ഒരു സംഘടനാ സംവിധാനം ഈ പലതരത്തിലുള്ള സന്യാസിമാർ കാണും, പല മതവിശ്വാസികൾ കാണും, പല സ്വഭാവമുള്ളവർ കാണും. ഇതൊക്കെ ഒരു അക്രമത്തിനുള്ള സാധ്യത കാണും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ സുരക്ഷകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പാളിച്ചകളും മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുംഭമേള, അത് ഇന്ത്യ മഹാരാജ്യത്തായതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത് ഹൈന്ദവ വിശ്വാസത്തെ പരാമർശിക്കുന്ന അല്ലെ വിമർശിക്കുന്ന ആളുടെ ചിന്താഗതിയാണ്. ഇപ്പം മക്കയിൽ പോകുന്നു, അത് ഒരു മുസ്ലിം മതവിഭാഗങ്ങളുടെ വലിയ പിന്തുണയില്ല. അവരവിടെ പോയി എന്ത് ചെയ്യുന്നു, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഇനി ക്രൈസ്തവ വിശ്വാസികൾ വത്തിക്കാനിൽ പോകുന്നു, അവരവിടെ പോയി എന്ത് പ്രവൃത്തികൾ ചെയ്യുന്നു, എന്ത് ആരാധന നടത്തുന്നു, ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഹൈന്ദവ വിശ്വാസം പുലർത്തുന്ന ചില സന്യാസിമാർ, ഈ സന്യാസിമാരുടെ സംഘടനയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇതെന്താണ്, കുളിയുത്സവമാണോ എന്ന് ചോദിച്ചാൽ അതാണ് അവരുടെ ആചാരമെങ്കിൽ അത് നടന്നോട്ടെ, നമുക്കത് ദോഷകരമല്ലല്ലോ. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ, ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾ ഇത്രയും കുറ്റമറ്റ രീതിയിൽ ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ അതിൽ അതിശയം കൊള്ളുന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുഗളന്മാർ ഭരിച്ചാൽ ഇവിടെ കുംഭമേള നടക്കും. UPA സർക്കാർ ഭരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിൽ, കുംഭമേള അവിടെ നടന്നു. അന്ന് ഈ പറയുന്ന ഗംഗാനദി വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഭരിച്ച സർക്കാരുകൾ ഇതിന് വലിയ പ്രാമുഖ്യം കൊടുക്കാനോ തയ്യാറായില്ല. പക്ഷേ ഹൈന്ദവ വിശ്വാസത്തെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്ന BJP സർക്കാർ, NDA സർക്കാർ വന്നപ്പോൾ അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകി. ഒരുപക്ഷെ PR വർക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ലോകത്തെ വിവിധ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ നേരിട്ട് ഇവിടെ എത്തുകയാണ്. എന്തിനാണെന്നറിയോ? എങ്ങനെയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ 3-3.5 കോടി ജനങ്ങളാണ്, അത്രയും ജനങ്ങൾ ഒരു ദിവസം ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നു. ഇത്രയും പേരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, വരുന്നവർക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ആളുകളുണ്ടാകുന്നു. അപ്പോൾ സേവന സന്നദ്ധരായി ഇത്രയും ആളുകൾ വരുന്ന ഒരു സംഭവം ലോകത്ത് തന്നെ അത്യപൂർവമാണ്. മറ്റ് ആളുകളൊക്കെ കൂടുതൽ എന്തിനാണ്, വലിയ ആഘോഷങ്ങൾ പങ്കെടുക്കാനാണ്. അവർ തിമിർത്ത് മറിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു വിശ്വാസമാണ്. ഇന്ന സമയത്ത് നടക്കുന്ന ഇന്ന ആചാരത്തിൽ പങ്കെടുക്കാനല്ല. എപ്പോഴാണോ അവിടെ ആളുകൾ വരുന്നത് അവർ വന്ന് ഗംഗയിൽ സ്നാനം ചെയ്ത് അവരുടെ ഒരു ആത്മനിർവൃതിയൊക്കെ പൂണ്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ ഉപദ്രവിക്കാത്ത ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായും അസൂയ പൂണ്ട കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്, ഇത് കേന്ദ്ര സർക്കാർ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അഴിമതി ചെയ്യുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് കെടുകാര്യസ്ഥ. അപ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ നടത്തുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചുറ്റുപാട് നിന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എത്രയോ കാലമായി നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, ഈ പാലാഴി മിഥുനം എന്നൊക്കെ പറയാം. അതൊക്കെ പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വന്ന് വീണ തുള്ളികളാണ് അവിടെ നിന്നും. അതിൽ കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ വലിയൊരു മനസ്സിനും മോക്ഷവും ഒക്കെ കിട്ടുമെന്ന് അവരുടെ വിശ്വാസമാണ്. ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യാം. നമുക്ക് വിശ്വാസമില്ല, നമ്മൾ കുളിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സുനിൽ സാർ ഇവിടെ ഇരുന്ന് നമ്മുടെ ABC സുനിൽ സാർ പറഞ്ഞു, അത് മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് പാപം, നമ്മൾ ചെയ്ത പാപങ്ങൾ കഴുകി കളയുമെന്നല്ല, വിഷ്ണുപാദം പൂകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഭൂമിക്കടിയിലേക്ക് പോയ സരസ്വതി നദി പോലും ഈ സമയത്ത് മുകളിലേക്ക് വന്ന് ഈ 3 സംഗമത്തിൽ, ആ 3 സംഗമ ത്രിവേണി സംഗമം അതിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷ്ണുപാദം പൂകും. അത് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ മക്കയിൽ പോയാൽ എന്ത് സംഭവിക്കുന്ന അവരുടെ വിശ്വാസം, വത്തിക്കാനിൽ പോയാൽ അത് എന്തെന്നുള്ളത് അവരുടെ വിശ്വാസം. അതുപോലെ ഹിന്ദുക്കളുടെ വിശ്വാസം, അതിനെന്തിനാണ് ഇങ്ങനെ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ അസ്വസ്ഥരാകുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഹൈന്ദവ സംസ്കാരത്തെയാണ് സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്നത്, അതിനെയാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. അല്ലാതെ അതിനൊരു ജാതി മതം വേലിക്കെട്ട് വെച്ച് നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അപ്പം സന്യാസിമാരാണ് ഈ ഹൈന്ദവ സംസ്കാരത്തെ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ കുംഭമേളയെ ഉയർത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ട. നമ്മുടെ രാജ്യത്ത് കുംഭമേള നടക്കുന്നു, ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്ത വരുന്നു, 40-45 കോടി ആളുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യം വില്ലിങ്ങായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമല്ലേ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും.